സുഹൃത്തുക്കളെ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗൂഗിളിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയതായിരുന്നു. ഈ വീഡിയോയിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പലർക്കും അറിയാവുന്നതായിരിക്കും ഒരു പക്ഷേ എന്ന് പറയുകയിൽ. ഇതിപ്പോൾ സോൾവ് ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് ഉണ്ട് വിത്ത് യുവർ ക്യാമറ. അത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാത്സിൻ്റെ ചില കാൽക്കുലേഷൻസ് അറിയണമെങ്കിൽ ഞാനിപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടും. അതിൻ്റെ സൈറ്റ് വേണമെങ്കിൽ സൈറ്റിലേക്ക് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ റിസൾട്ട്. 75 എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഒരു മാത്സ് കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയും ചെയ്യും. അടുത്ത ഐഡൻറ്റിഫൈ സോങ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഞാൻ മഞ്ഞൾ പ്രസാദവും എന്നൊരു പാട്ട് പാടിയപ്പോൾ അതിനോട് സാമ്യമുള്ള എല്ലാ പാട്ടുകളുമാണ് വന്നിരിക്കുന്നത്. ഇവിടെ മഞ്ഞൾ പ്രസാദം എന്ന് കറക്റ്റ് പാടുമ്പോൾ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ ആദ്യത്തെ എനിക്ക് ഇതിൽ തന്നെ മഞ്ഞൾ പ്രസാദവും വന്നു. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ യൂട്യൂബ് ലിങ്കിലേക്ക് പോവുകയും ആ പാട്ട് നമുക്ക് കേൾക്കുവാനായിട്ടും പറ്റും. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചേഴ്സായിട്ട് തോന്നി. യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യാതെ നമുക്ക് ഗൂഗിൾ വഴി തന്നെ ഇതിനെ ആ ഒരു സൈറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഷോപ്പ് ഫോർ പ്രോഡക്ട്സ്, ഇത് വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാരെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ ഇൻ യുവർ സ്ക്രീൻഷോട്ട്, ഇത് മൊബൈലിൽ കിടക്കുന്നൊരു സ്ക്രീൻഷോട്ടാണ് ഷോപ്പ് ഫോർ പ്രോഡക്ട്സ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെ അതേ പ്രോഡക്റ്റ് തന്നെ ഏതൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണോ അതെല്ലാം കിട്ടും. ഇതിപ്പോൾ ആമസോണിലൊരു ഇതാണ് കണ്ടോ. ഇപ്പോൾ ആമസോണിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ സ്പെസിഫിക്കേഷൻ അറിയാനും അതല്ലെങ്കിൽ വേറെ സൈറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ഉള്ള വേറെ സൈറ്റിലേക്ക് നമുക്ക് പോകാനുമായിട്ടും സാധിക്കും. അത് നല്ലൊരു ഫീച്ചേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്രാൻസ്ലേറ്റ് ടെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. എങ്കിലും ഇതുവഴി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മൾ വിത്ത് യുവർ ക്യാമറ, അപ്പോൾ ഇത് നമ്മുടെ ക്യാമറ ഓൺ ആവും. കണ്ടോ, ലാംഗ്വേജ് ഓൾറെഡി ഡിക്റ്റഡായി. ഞാനതിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലോട്ട് ഇപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് അത് കൺവേർട്ടായി വന്നു, ഇംഗ്ലീഷ് കൊടുത്തത് കൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദിയിലേക്ക് അത് കൺവേർട്ടാവും. അതൊരു നല്ലൊരു ഫീച്ചേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. സെർച്ച് ഫോട്ടോ ഫ്രം യുവർ ലൈബ്രറി, അത് വീണ്ടും നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരു ഫോട്ടോയെ എവിടെയാണെന്ന് കാണിച്ചു തരാനായിട്ടാണ്. മലബാർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവരുടെ ആ ഫോട്ടോ എൻ്റെ ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് അവരുടെ ആ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലിങ്കുകളും നമുക്ക് കിട്ടും. ബൈൻഡറുണ്ട്, ഇൻസ്റ്റാഗ്രാം, ജൊമാറ്റോ ഉണ്ട്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള എല്ലാ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലിങ്കിലേക്കും വെബ്സൈറ്റിലേക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഇപ്പം ഗൂഗിളിൽ ഉള്ളത്. പലർക്കും അറിയാവുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും, എന്നാലും മൊബൈലിൽ യൂസ് ചെയ്യാൻ അറിയാവുന്ന പല കാര്യങ്ങളും അറിയാതെ പോകുന്ന ഈ ഗൂഗിളിൻ്റെ ഇത്രയും നല്ല നല്ല ഫീച്ചേഴ്സ് അറിയാതെ പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ.